ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ബിക്കോസ് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം വീഡിയോ ചെയ്യലും പഠിക്കലും കൂടി ഒന്നിച്ച് പോകുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എല്ലാ ദിവസവും വിചാരിക്കും ഇന്ന് വീഡിയോ ഇടണം, നാളെ വീഡിയോ ഇടണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. എനിക്ക് ജൂണിൽ തന്നെ 2 എക്സാം അപ്പിയർ ചെയ്യേണ്ടതുണ്ട്. UGC നെറ്റിൻ്റെ എക്സാമും പിന്നെ ജൂൺ 26-ന് PSCയുടെ തന്നെ റിസർച്ച് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു എക്സാമും കൂടെ എനിക്ക് അപ്പിയർ ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് ഇതൊക്കെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഞാൻ എഴുതുന്ന എക്സാമാണ്. അതിനിടയിൽ കൂടിയാണ് LDC 2024 വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നത്. സോ പഠനം എന്ന് പറയുന്നത് എനിക്ക് ഒരു ദിവസം തന്നെ LDCക്ക് വേണ്ടിയിട്ട് നോക്കണം, നെറ്റിന് വേണ്ടിയിട്ട് നോക്കണം, റിസർച്ച് അസിസ്റ്റൻറ്റും നെറ്റും കൂടെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന സബ്ജക്റ്റാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ എല്ലാം കൂടെ നമുക്ക് നോക്കാമെന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആണ്. അതുകൊണ്ടാണ് മെയിൻലി എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. സോ സോറി ഫോർ ദാറ്റ്. ഇനി LDCക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 2 മാസമാണ് ഉള്ളത്. ഇനി പഠിച്ചാലും കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട് എന്ന് പറയുന്നത്. കാരണം ഇതുവരെയും പഠനം സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ട്, അല്ലെങ്കിൽ പഠിച്ചിട്ട് പാതി വഴിക്ക് നിന്ന് പോയവരുണ്ട്. പക്ഷെ ഇവരെല്ലാവരും വിചാരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി പഠിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് ഫുൾ സിലബസും കവർ ചെയ്ത് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഇനി എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്സ് മാത്രം മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പഠിക്കൽ ഇനി എന്തായാലും നടക്കത്തില്ല. അതുകൊണ്ട് ഓരോ സബ്ജക്റ്റ് എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഏരിയാസും മാത്രം കവർ ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അവർക്ക് PSCയുടെ ഫീൽഡിൽ ഒരുപാട് വർഷമായിട്ട് നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ ഏതൊക്കെ ഏരിയ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ അവർക്ക് കൂടുതൽ അറിയുന്നുണ്ടാവും. അതുകൊണ്ട് അവരുടെ ആ ഒരു നോളജിൻ്റെ ബേസിസിലാണ് അവർ ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്തിട്ട് പോകണം എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക. സോ അതൊക്കെ റെഫർ ചെയ്തിട്ട് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതുമാത്രം ഡിപ്പെൻഡ് ചെയ്യണം എന്നല്ല. നമുക്കിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ റെഫർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. 2-3 PYQ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ആ ഒരു ഐഡിയ വെച്ച് ആ ഒരു ടോപ്പിക്കൊക്കെ കവർ ചെയ്ത് പോകാൻ വേണ്ടി നോക്കുക. അല്ലാതെ എല്ലാ ഏരിയയും എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്തായാലും സമയമില്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ തന്നെ അത് ഭയങ്കര ഹാർഡ് വർക്കായി പോകും. ഈ സമയത്ത് നമുക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ടൈമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്മാർട്ട് വർക്കിലൂടെ ഇനിയൊരു ഈ എക്സാം ക്രാക്ക് ചെയ്യലാണ് ഒള്ളി ഓപ്ഷൻ എന്ന് പറയുന്നത്. ചിലർക്ക് പറ്റുമായിരിക്കും, ഭയങ്കര സ്പീഡിനൊക്കെ ഹൈ സ്പീഡിന് പഠിക്കുന്നവരും മെമ്മറി പവറൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ടോപ്പിക്സൊക്കെ കവർ ചെയ്ത് പഠിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അത് എത്രത്തോളം യൂസ്ഫുൾ ആവും എക്സാം ഹാളിൽ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ നിങ്ങൾ എന്തായാലും സ്മാർട്ട് വർക്ക് ചെയ്ത് കൂടുതൽ പഠിക്കാൻ വേണ്ടി നോക്കുക. സോ ഇനി പഠിച്ചാൽ നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് LDC ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം എന്ന് മാത്രം. ഇനി നമ്മൾ ഉഴപ്പാൻ പാടില്ല. ഇനി എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ കുറയ്ക്കുക എന്നല്ല, പൂർണ്ണമായിട്ടും മാറ്റി വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഇനി ഓൾമോസ്റ്റ് 2 months അല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ഒരു 2 months നമ്മൾ പ്രോപ്പറായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അവിടെ സെക്യൂർ ആവുകയാണ്. ഇനി കുറച്ച് മാസമല്ലേ ഉള്ളൂ, ഇനി പഠിച്ചാൽ എനിക്ക് കിട്ടത്തില്ല എന്നുള്ള ബിലീഫൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് മാറ്റിയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് റാങ്കിൽ വന്നാലേ അല്ലെങ്കിൽ ടോപ്പ് 50 വന്നാലേ ജോലി കിട്ടൂ എന്നുള്ളതില്ല LDCയുടെ കാര്യത്തിൽ. കാരണം നല്ല വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ്. ടോപ്പ് റാങ്കൊക്കെ ലക്ഷ്യം വയ്ക്കുന്നവർ ഇതിനോടകം തന്നെ പഠിച്ച് സെറ്റായി ഇരിപ്പുണ്ടായിരിക്കും. സോ നമ്മുടെ ലക്ഷ്യം എന്തായാലും ടോപ്പ് റാങ്കിൽ വരിക എന്നുള്ളതല്ല, ഒരു ജോബ് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി പഠിച്ചാലും നമുക്ക് എന്തായാലും LDC ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇനി 2 മാസം അല്ലെങ്കിൽ 3 മാസം എന്ന് പറയുന്നത് അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാം. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. കാരണം നമുക്ക് എക്സാം ഹാളിലായാലും നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ എക്സാം സ്ട്രെസ് മാനേജ് ചെയ്യാനായാലും PYQ മാക്സിമം ചെയ്ത് നോക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എത്രത്തോളം മോക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കാമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ എത്ര പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മെമ്മറിയിൽ ഇരിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പിന്നെയും ഒരു ടോപ്പിക്ക് പഠിക്കാൻ തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ ആ ഒരു ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോവുക. കൂടുതലും മെനക്കെട്ട് കൂടുതൽ ടൈം ആ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് തന്നെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കൊണ്ട് എത്ര പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന് ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് മാക്സിമം മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് എക്സാമിന് പോവാം. കാരണം ഇത് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ടോപ്പിക്ക് എനിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആ ടോപ്പിക്ക് അങ്ങ് സ്കിപ്പാക്കിയിട്ട് അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് പോകും. ഒരുപാട് ടൈം ആ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഞാൻ വേസ്റ്റ് ആക്കാറില്ല.
ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ആ ടോപ്പിക്ക് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുമ്പോൾ ആരെങ്കിലും ഹെൽപ്പ് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചെടുത്തിട്ട് പോകാം. പിന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് തന്നെ പോകാൻ വേണ്ടി നോക്കുക. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ നോക്കുക. കാരണം അതിനാണല്ലോ മാർക്കിൻ്റെ വെയിറ്റേജ് കൂടുതലുള്ളത്. പിന്നെ മാത്സും ഇംഗ്ലീഷും എന്നൊക്കെ പറയുന്നത് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എക്സാം ഹാളിൽ. ബിക്കോസ് ഇതൊരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളല്ലല്ലോ, നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻസേഴ്സിലേക്ക് എത്തേണ്ട തരത്തിലുള്ള സബ്ജക്റ്റുകളാണ് മാത്സ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത്. സോ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിട്ട് മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് OMRൻ്റെ ബുക്ക്ലെറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വാങ്ങി വെച്ചിട്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് എടുക്കുക. അതായത് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ഇന്ന ടൈമിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കും. അല്ലെങ്കിൽ PYQൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് നമുക്ക് എക്സാം പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് എടുത്ത് നോക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് ലെവലിലാണ്, എങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റഡീസിൻ്റെ ട്രാക്ക് പോകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡെയിലി മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ്. കാരണം ഡെയിലി നമ്മൾ എടുക്കുന്ന ടൈമിലും എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ആവുന്നുണ്ട്, ഡേ ബൈ ഡേ നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, എത്ര മാർക്ക് കൂടുന്നുണ്ട്, ഏതൊക്കെ ഏരിയ നമുക്ക് മെച്ചപ്പെട്ട് വരുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ഉള്ളൊരു കംപ്ലീറ്റ് അനാലിസിസ് നമുക്ക് തന്നെ നടത്താൻ പറ്റും നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റ് എടുക്കാമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് മോക്ക് ടെസ്റ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 2 months നമ്മൾ പുറകിലോട്ട് നോക്കുമ്പം ഇന്ന് നമുക്ക് കിട്ടിയ സ്കോറും ആഫ്റ്റർ 2 months നമുക്ക് കിട്ടുന്ന സ്കോറും തമ്മിൽ അത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ എന്തുമാത്രം ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുവരെ ഒരു മെറ്റീരിയലും ഇല്ല, നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇനി നമുക്ക് പഠിച്ചാലും കറണ്ട് അഫേഴ്സ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം എക്സാമിനോട് അടുക്കുന്ന ടൈമിൽ തന്നെ കുറേ യൂട്യൂബേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിനെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ കേട്ടിട്ട് പോവുക. അല്ലെങ്കിൽ ടെലിഗ്രാം ത്രൂ നമുക്ക് കേൾക്കാൻ പറ്റും, കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സസ് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ കേട്ട് പഠിക്കാൻ നോക്കുക. അല്ലാതെ ഇനി നോട്ട് എഴുതി പഠിക്കാനുള്ള ടൈമൊന്നും ഇനിയില്ല. സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ബുക്ക് വാങ്ങാം, ഏതെങ്കിലും പബ്ലിക്കേഷൻ്റെ ബുക്ക് മേടിച്ചിട്ട് പഠിക്കാം. ഇല്ലെങ്കിൽ ടെലിഗ്രാം ത്രൂ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ നമുക്ക് കേട്ടിട്ട് പഠിക്കാൻ പറ്റും. മാർക്കിൻ്റെ വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റ് ആദ്യം പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി ഈ സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ 5 മാർക്ക് വീതമാണ് വരുന്നത്. അതുപോലെ സിലബസ് എന്ന് പറയുന്നത് അത്രയും വാസ്റ്റാണ്. അത് പഠിച്ച് തീർക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ 2 months പഠിച്ച് തീർക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. മുന്നെയൊക്കെ നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വിധമൊക്കെ അത് കവർ ചെയ്ത് എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും അത്രയും വാസ്റ്റാണ് ഹിസ്റ്ററിയും ജോഗ്രഫി എന്ന് പറയുന്നത്. സോ അതിനൊക്കെ നമ്മൾ ഒരുപാട് ടൈം അലോട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ചെയ്യേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തെടുത്ത ടോപ്പിക്സ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചിട്ട് പോകാം. അതാകുമ്പോൾ ഓരോ ദിവസം എണിക്കുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇന്ന് ഏത് പഠിക്കണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോവുക. അതാകുമ്പോൾ നമ്മുടെ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഓൺ ട്രാക്കിലായിരിക്കും. എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാക്സിമം ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആക്കാനും പറ്റും. പ്രോപ്പറായിട്ടുള്ള റിവിഷനും നടന്നു പോകും. ആ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ടോപ്പിക്ക് കവർ ചെയ്യുന്നത് പോലെ തന്നെ റിവിഷനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഇനി പഠിച്ചാലും കിട്ടുമെന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്നവർ 2 മാസത്തേക്ക് ആ ഡൗട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇത് IAS പോലെ അത്രയും ടഫായിട്ടുള്ള എക്സാമൊന്നുമല്ല. നമ്മൾ പഠിച്ചാലും നമ്മളെ കൊണ്ടും നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എക്സാമും ക്വസ്റ്റ്യൻസും ഒക്കെയാണ് LDCക്കും വരുന്നത്. സോ ഇനി പഠിച്ചാലും നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ബിലീഫോടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. So ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. If you like this video, please like and subscribe my channel and see you guys in the next video. Bye bye.